ലീഗിന് മറുപടിയുമായി സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മതമേലധ്യക്ഷന്മാരെ അല്ലാതെ പിന്നെ മണ്ടന്മാരെയാണോ പള്ളികളിൽ കയറ്റുകയെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചോദിച്ചു. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറുപടി പറയേണ്ടത് സമസ്തയല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു. അത് പിന്നെ ആരെ കയറ്റി? മതപര അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ പള്ളി കയറ്റി. PV ജോഷില വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജോഷില, ഈ സമസ്ത ലീഗ് തർക്കം അത് പരസ്യമായ വാഗ്വാദത്തിലേക്ക് മാറുന്നതിന്റെ സൂചനകളാണോ വരുന്നത്? തീർച്ചയായും അസിത, സമസ്ത ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സമസ്ത ലീഗ് ബന്ധത്തിൽ വലിയ ഉലച്ചിലാണ് നടന്നത്. കാരണം സമസ്ത തങ്ങൾക്ക് വോട്ടിന് വേണ്ടി വളരെ പരസ്യമായ രീതിയിൽ വന്നുകൊണ്ടിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ലീഗ് ഇപ്പോൾ മദ്രസകളിൽ നിന്ന് പോലും മദ്രസ അധ്യാപക നിയമനത്തിൽ പോലും ഈ സുപ്രഭാതം പത്രവുമായി സഹകരിക്കില്ല എന്ന് എഴുതി വാങ്ങിക്കുന്ന രീതിയിലേക്ക് ലീഗ് മാറിയിരിക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു മാധ്യമപ്രവർത്തകർ ജിഫ്രി മുത്തുക്കോയ തങ്ങളിൽ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിനെല്ലാം തന്നെ അദ്ദേഹം ഒറ്റ മറുപടിയാണ് നൽകിയത്. അതുപോലെ തന്നെ പള്ളികളിൽ ഇനി നിസ്കരിക്കാൻ മതമേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ സമസ്ത മേലധ്യക്ഷന്മാരെ കയറ്റില്ല എന്നുള്ളതടക്കം ലീഗ് നേതാക്കൾ, ലീഗിന്റെ അണികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഭീഷണി മുഴക്കിയിരുന്നു. പരസ്യമായ ഭീഷണി തന്നെയായിരുന്നു അത്. അതിനൊക്കെ തന്നെയുള്ള മറുപടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. മതമേലധ്യക്ഷന്മാരെ അല്ലാതെ മണ്ടന്മാരെയാണോ പള്ളികളിൽ നിസ്കരിക്കാൻ കയറ്റുക എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ചോദ്യം. ഇത് മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ലീഗിനോടും ലീഗ് പ്രവർത്തകരോടുമുള്ള ചോദ്യമായിരുന്നു. അദ്ദേഹം വളരെ തമാശ രൂപത്തിൽ ഇത് അവതരിപ്പിച്ചുവെങ്കിലും അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് തങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. തങ്ങൾ പള്ളിയിൽ പോകും, തങ്ങൾ നിസ്കരിക്കും എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ലീഗ് പ്രവർത്തകരല്ല ഇത് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ വ്യംഗ്യാർത്ഥം എന്നുള്ളതാണ്. ലീഗ് എത്രമാത്രം സമസ്യയെ നിരാകരിക്കുകയോ അല്ലെങ്കിൽ എത്രമാത്രം സമസ്യയെ പരിഹസിക്കുകയോ പുറത്തു നിർത്തിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ പോലും ഇതിനൊന്നും തന്നെ സമസ്ത നേരിടേണ്ട കാര്യമില്ല. സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സമസ്ത ദീനീ ബോധത്തിൽ ജീവിക്കുന്ന മതക്കാരുടെ ഒരു സംഘടനയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടവരല്ല സമസ്ത എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും കൃത്യമായ മറുപടി ലീഗിൽ അദ്ദേഹം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങൾ ദീനീ ബോധത്തിൽ വളരെ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്. മാത്രമല്ല, പള്ളികളെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല. ഞങ്ങൾ പള്ളികളിൽ കയറും, ഞങ്ങൾ നമസ്കരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അതായത് മണ്ടന്മാരല്ല പള്ളിയിൽ കയറ്റേണ്ടത്, മതബോധമുള്ളവരെയാണ്, അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അസിത. ശരി, PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. സമസ്ത നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന ലീഗ് പ്രവർത്തകരുടെ ഓഡിയോ സംഭാഷണമൊക്കെ മുൻപ് പുറത്തു വന്നിരുന്നു. ഇതിനു കൂടി മറുപടിയായാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്.